നമ്മളെ പലരും പ്രണയിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ ഈ പ്രണയിക്കുന്ന ആളുകളെടുത്ത് എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ ആ ഒരു പ്രായത്തിൻ്റെ ആ ഒരു ടൈമില്ലേ, നമ്മൾ എന്താ പറയുക, നമുക്ക് പ്രണയം അങ്ങനത്തെ ഒരു ലോകം ഒരു പ്രത്യേക ഒരു വൈബിലായിരിക്കും നമ്മൾ. എന്ന് വെച്ചാൽ നമ്മുടെ ഫാദറിൻ്റെയും മദറിൻ്റെ അടുത്തൊക്കെ നമ്മൾ പൈസയൊക്കെ മേടിച്ചിട്ട് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്യുന്ന ടൈമായിരിക്കും ആ സമയം. ആ സമയത്ത് ശരിക്കും നമുക്ക് കണ്ണ് കാണില്ല. സ്നേഹിച്ച പെൺകുട്ടി അതാണ് നമ്മുടെ ലോകം എന്ന് കരുതിയിട്ട് അതുമായിട്ട് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകും. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവാഹം എന്നുള്ള ഒരു സ്റ്റേജിലേക്ക് എത്തുന്ന സമയത്ത് ചിലപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ ഒരു പവറിലും നമ്മൾ പെട്ടെന്ന് പിടിച്ച് കല്യാണം കഴിഞ്ഞ് വരും. പിന്നെയാണ് നമ്മൾ ജീവിതത്തെ കുറിച്ചിട്ട് ആഴത്തിൽ ചിന്തിക്കുക. എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ മറ്റൊന്നുമല്ല, ആ പ്രണയിക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സോ നിങ്ങൾ ഏത് മേഖലയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മേഖല എന്ന് വെച്ചാൽ ആ സാധനം കൂടി നമ്മൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക. കൂടെ അതും കൂടെ അതിന് വേണ്ടിയിട്ടും കൂടെ നമ്മൾ ടൈം കണ്ടെത്തുക. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഒരുപാട് എക്സ്പെൻസീവ് ആണ്. നമുക്ക് പ്രോപ്പറായിട്ട് അവരെ കെയർ ചെയ്യാനും ശ്രദ്ധിക്കാനും കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്യാഷ് വേണം. ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ കാശ് വളരെ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ജോലിയിൽ നല്ലൊരു പ്രൊഫഷൻ എത്തിയിട്ട് മാരേജിനെ കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ നമുക്ക് ജോലി കിട്ടിയിട്ടും പ്രണയിക്കാം, അങ്ങനെ ചെയ്യാം. അപ്പം അത്തരം കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അപ്പോൾ പുതിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ തുടങ്ങി സെറ്റ് ആവാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത പക്ഷം ലൈഫ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളത് വളരെ പ്രയാസകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ പ്രണയിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത്തരം കാര്യത്തിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നാലേ നമുക്ക് ജീവിതം കളറാക്കാനായിട്ട് പറ്റുള്ളൂ.